ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് ജാനുവരി 22 മുതൽ ആരംഭിക്കുകയാണ്. ഈ വർഷം ഒത്തിരി പുതുമകളോടുകൂടിയാണ് മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. അതിൽ ഒന്നാമത്തേത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്താണ് ഈ വർഷം മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓരോ ലാബിൽ നിന്നും മുൻകാലങ്ങളിൽ 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, 8 മാർക്കിനും നമ്മൾ ആൻസർ ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാൽ ഈ വർഷം മുതൽ ഓരോ ലാബിൽ നിന്നും 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൽ നിന്ന് 8 മാർക്കിന് ആൻസർ ചെയ്താൽ ആ ലാബിലെ മാക്സിമം മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് 2025 പ്ലസ് വൺ സിലബസിലുള്ള ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് എന്ന ലാബിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ലാബിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ടും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിന്റെ എല്ലാം പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നു. ആവശ്യമുള്ളവർക്ക് അത് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ 2025 ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ് അതിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഒപ്പം അതിന്റെ ആൻസേഴ്സും പരിചയപ്പെടുത്തുന്നു. സോ ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ലാബ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. എക്സാമിനേഷൻ ടൈം 3 hours ആണ് എന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് മാക്സിമം 32 മാർക്സ് ആണ് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് 4 ലാബ് ആൻസർ ചെയ്ത് 32, ഒരു ലാബിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി 10 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് നൽകിയിരിക്കും. ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കും. 6 questions, each carry 10 score are given. You get a maximum of 8 score from each. You can answer 4 questions to get a maximum of 32 score. അപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ തുടങ്ങുന്നതിന് മുന്നേ ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഒന്ന് വായിക്കുക. യു ഹാവ് ടു ആൻസർ അറ്റ്ലീസ്റ്റ് 1 question ഫ്രം ഈച്ച് ഇയർ. ഓരോ വർഷത്തിൽ നിന്നും മിനിമം ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ ചെയ്യണം. അതായത് ഒരു ഫസ്റ്റ് ഇയറും 3 സെക്കൻഡ് ഇയറും ആൻസർ ചെയ്താലും കുഴപ്പമില്ല. 4 നമ്മൾ ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലെ ആൻസർ ചെയ്യാൻ സാധിക്കത്തില്ല. ഓക്കെ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിക്കുക. ഒരു കാരണവശാലും കാൽക്കുലേറ്റർ അനുവദിക്കുന്നതല്ല. അതേപോലെ ഇലക്ട്രോണിക് ആയിട്ടുള്ള നമ്മുടെ സ്മാർട്ട് വാച്ച് തുടങ്ങിയ ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും തന്നെ നമ്മുടെ എക്സാമിനേഷൻ ഹാളിൽ അനുവദിക്കുന്നതല്ല. റഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു നോക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ പേപ്പറൊക്കെ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതുപോലെ ആൻസേഴ്സ് രേഖപ്പെടുത്താനും ഉള്ള പേപ്പർ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ലഭിക്കും. ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് അല്ലെങ്കിൽ കമാൻഡ്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ എക്സാമിനേഴ്സിന്റെ അടുത്ത് ചോദിക്കാം. യാതൊരു പ്രശ്നവുമില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഇൻസ്ട്രക്ഷൻസിൽ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ലാബ് 1 വാല്യൂ ഓഫ് ഫങ്ഷൻസ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാബാണ്. ആദ്യം ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ ആവശ്യമായ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നൽകിയിരിക്കും. നിങ്ങൾ ഒന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അല്ലെ? ആദ്യം എന്താണ്? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x square. ആ ഇൻപുട്ട് കമാൻഡ് നിങ്ങൾക്ക് ചിലപ്പോൾ നൽകിയിരിക്കും. ഇല്ല എങ്കിൽ നമുക്കറിയാമല്ലോ, അത് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കറിയാം ആപ്ലിക്കേഷൻസ്, അതിൽ എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ആയി വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി നമ്മുടെ അപ്ലെറ്റ് കൺസ്ട്രക്ഷനിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f of x equal to x square. ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് f of x എന്ന് തന്നെ വരും. അതുകൊണ്ട് f of x എന്ന് ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് x square, x ഷിഫ്റ്റ് ക്യാപ് 2 ദെൻ എന്റർ കൊടുക്കുമ്പോൾ x square എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. അതിന്റെ ഓൾജിബ്ര ഇവിടെ നോക്കുമ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ടൈപ്പ് ചെയ്തത് കറക്റ്റ് ആണെന്ന് ഇവിടെ നോക്കി വെരിഫൈ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പ്, ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യണം. മിനിമം വാല്യൂ -5, മാക്സിമം വാല്യൂ 5 ആൻഡ് ഇൻക്രിമെന്റ് 0.1. അല്ലെ? സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്കറിയാം. സ്ലൈഡർ ടൂൾ എവിടെയാണ് ഇരിക്കുന്നത്? ദാ ഇവിടെ. അതിൽ സ്ലൈഡർ സെലക്ട് ചെയ്യുന്നു, വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്താണ് സ്ലൈഡറിന്റെ നെയിം? എ ആണ്. മിനിമം വാല്യൂ തന്നിട്ടുണ്ട്, മാക്സിമം വാല്യൂ നൽകിയിട്ടുണ്ട്. ഇൻക്രിമെന്റ് എന്ത് കൊടുക്കുക? 0.1 എന്ന് കൊടുക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. ഓക്കെ, സോ സ്ലൈഡർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിപ്പോ ലൈവായി നിൽക്കുകയാണ്. ഇനി നമുക്കത് ആവശ്യമില്ല. അത് ഇനാക്റ്റീവ് ആക്കാൻ മൂവ് കൊടുക്കുക.
ഫസ്റ്റ് ബോക്സിൽ എന്താണ് ജസ്റ്റ് മൂവ്. ഇനി വിൻഡോയിൽ ക്ലിക്ക് ചെയ്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്ലൈഡേഴ്സ് വന്നുകൊണ്ടേയിരിക്കും. അത് ഒഴിവാക്കാനാണ് ആ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത് 3 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യണം. ക്യാപിറ്റൽ A ഈക്വൽ ടു A,0, ക്യാപിറ്റൽ B ഈക്വൽ ടു A,f(a) ആൻഡ് ക്യാപിറ്റൽ C ഈക്വൽ ടു 0,f(a). അപ്പോൾ ആദ്യത്തെ പോയിന്റ് ആണെങ്കിൽ ഡിഫോൾട്ട് ആയിട്ട് ക്യാപിറ്റൽ A എന്ന് തന്നെ വരും. അതുകൊണ്ട് ക്യാപിറ്റൽ A ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട, ജസ്റ്റ് ആ പോയിന്റ് മാത്രം ടൈപ്പ് ചെയ്യുക. എന്താണ്? സ്മോൾ ലെറ്റർ A,0. എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ A എക്സ് ആക്സിൽ വന്നു കഴിഞ്ഞു അല്ലെ, ക്യാപിറ്റൽ A എന്ന് തന്നെ വന്നു. രണ്ടാമത്തെ പോയിന്റ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് A,f(a), A,f(a) എഫ് ഇടുക, ദെൻ ബ്രാക്കറ്റിനകത്ത് സ്മോൾ ലെറ്റർ A. കോപ്പി പേസ്റ്റ് ചെയ്താലും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ, ടൈപ്പ് ചെയ്താലും ചെയ്യാൻ സാധിക്കും. സോ രണ്ടാമത്തെ പോയിന്റ് പ്ലോട്ട് ചെയ്തു. തേർഡ് പോയിന്റ് ക്യാപിറ്റൽ C ഈക്വൽ ടു 0,f(a), വീണ്ടും ബ്രാക്കറ്റ് കൊടുത്തു 0,f(a), സ്മോൾ ലെറ്റർ എഫ്, ബ്രാക്കറ്റിനകത്ത് അഗൈൻ A. വൈ ആക്സിസിൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സോ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞു, 3 പോയിന്റ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞു. Now draw the line segments AB and BC. 2 ലൈൻ സെഗ്മെന്റ്സ് ഡ്രോ ചെയ്യണം. ഏതൊക്കെയാണ്? AB ആൻഡ് BC. എയും ബിയും കണക്ട് ചെയ്യുക, ബിയും സിയും കണക്ട് ചെയ്യുക. അതിനുവേണ്ടി ഏത് ടൂൾ എടുക്കണം? ലൈൻ സെഗ്മെന്റ്. ലൈൻ ടൂളിൽ സെഗ്മെന്റ് എടുത്തു. എന്നിട്ട് എന്ത് ചെയ്യണം? എയിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ ബിയിൽ ക്ലിക്ക് ചെയ്യുക. എയിൽ ക്ലിക്ക് ചെയ്തു, ദെൻ ബിയിൽ. അപ്പൊ AB എന്ന ലൈൻ സെഗ്മെന്റ് കിട്ടി. നൗ ബിയിൽ ക്ലിക്ക് ചെയ്യുക, ദെൻ സിയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? BC എന്ന ലൈൻ സെഗ്മെന്റും കിട്ടി. നമുക്ക് പിന്നീടുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഈ ക്യാപിറ്റൽ B എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ ഷോ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി ആ ക്യാപിറ്റൽ ബിയിൽ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എടുക്കുക, ദെൻ നെയിം ആണ് ഇവിടെ ഉള്ളത്, അത് ക്യാപിറ്റൽ B എന്നുണ്ട്. അതിന്റെ വാല്യൂ കൂടെ നമുക്ക് അവിടെ ഷോ ചെയ്യിപ്പിക്കണം. അപ്പൊ നെയിം ആൻഡ് വാല്യൂ ചൂസ് ചെയ്യുക. അപ്പൊ നമുക്ക് അവിടെ ആ ക്യാപിറ്റൽ ബിയുടെ കോർഡിനേറ്റ് കാണുവാൻ സാധിക്കും. ഇവിടെ ഓൾജിബ്രൈക് വ്യൂവിൽ കാണുവാൻ സാധിക്കും, പക്ഷെ ഇതുകൊണ്ട് പിന്നീട് നമുക്ക് ഉപകാരമുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു എക്സ്ട്രാ പാർട്ട് കൂടെ ചെയ്യുവാൻ ഞാൻ ആവശ്യപ്പെട്ടത്. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടില്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്നതാണ്. ഫൈനലി ക്രിയേറ്റ് ഇൻപുട്ട് ബോക്സസ് ഫോർ എഫ് ആൻഡ് എ. ഇൻപുട്ട് ബോക്സിന്റെ ഉപയോഗം എന്താണ്? നമുക്ക് ഫംഗ്ഷൻ എഫ് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ എന്ത് ചെയ്യണം? ഒരു ഇൻപുട്ട് ബോക്സ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ്? ഈ സ്ലൈഡർ ടൂളിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ട് ഇൻപുട്ട് ബോക്സ്. ക്ലിക്ക് ചെയ്യുക. നമുക്ക് ആദ്യം ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാനാണ് ഇൻപുട്ട് ബോക്സ്. അപ്പൊ ക്യാപ്ഷൻ എന്ത് കൊടുക്കാം? ഫംഗ്ഷൻ എന്ന് ടൈപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഫൺ എന്ന് കൊടുത്താലും മതി. എന്നിട്ട് ലിങ്ക് ചെയ്യേണ്ടത് ആരാണ്? നമുക്ക് ആരെയാണ് എഡിറ്റ് ചെയ്യേണ്ടത്? ഫംഗ്ഷൻ. അപ്പൊ ലിങ്ക് ചെയ്യേണ്ടത് f(x). ദെൻ ഓക്കെ. വീണ്ടും ഒരു ഇൻപുട്ട് ബോക്സ് വേണം. വീണ്ടും വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത് നമുക്ക് സ്ലൈഡറിന്റെ വാല്യൂ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്, ഈ എ വാല്യൂ അല്ലെ. അപ്പൊ സ്ലൈഡർ എന്ന് മനസ്സിലാക്കാൻ ക്യാപ്ഷൻ സ്ലൈഡർ എന്ന് കൊടുക്കുക. ലിങ്ക്ഡ് ഒബ്ജക്ട് എന്തായിരിക്കും? നമുക്ക് എയുടെ വാല്യൂ ആണ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ലിങ്ക്ഡ് ഒബ്ജക്ട് എന്താണ്? എ ആണ്. ദെൻ ഓക്കെ. സോ നമുക്ക് 2 ഇൻപുട്ട് ബോക്സ് കിട്ടിക്കഴിഞ്ഞു. വീണ്ടും ഇത് ഇനാക്റ്റീവ് ആക്കുന്നതിന് വേണ്ടി മൂവ് കൊടുക്കുക. സോ നമുക്ക് എന്താണ്? ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യാൻ ഒരു ഇൻപുട്ട് ബോക്സ് ആയി കഴിഞ്ഞു, സ്ലൈഡർ വാല്യൂ ചേഞ്ച് ചെയ്യാൻ ഒരു ഇൻപുട്ട് ബോക്സ് ആയി കഴിഞ്ഞു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്താണ്? അപ്ലെറ്റ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ എക്സാമിനേഷന്റെ ആൻസർ ഷീറ്റ് എടുക്കുക. നിങ്ങൾക്ക് എക്സാമിനേഷൻ നമ്മുടെ ലാപ്ടോപ്പിലാണ് ചെയ്യുന്നതെങ്കിലും ആൻസേഴ്സ് എല്ലാം ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്. അത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം, നമ്മൾ പല ലാബുകളിൽ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതെന്താണ്? ലാബ് 1ന്റെ ഹെഡിങ് എഴുതുക, വാല്യൂ ഓഫ് ഫംഗ്ഷൻ, ക്വസ്റ്റ്യൻ നമ്പർ Q1 ആണെങ്കിൽ Q1 എന്ന് എഴുതുക, എന്നിട്ട് 1 എന്നിട്ട് അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ്. ഇത്രയും മാത്രം മതി ആൻസർ. അപ്ലെറ്റ് കൺസ്ട്രക്റ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക, ടീച്ചർ മാർക്ക് ചെയ്യുന്നു, നിങ്ങൾക്ക് കിട്ടേണ്ട 3 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ്, ഈ അപ്ലെറ്റ് യൂസ് ചെയ്ത് വി ഹാവ് ടു ഫൈൻഡ് വാല്യൂ ഓഫ് 1.2 ദ ഹോൾ സ്ക്വയർ. നമ്മുടെ ഫംഗ്ഷൻ എന്താണ്? x² അല്ലെ. സ്ക്വയർ വാല്യൂസ് കാണാനാണ് ഈ അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്തത്. അപ്പൊ 1.2ന്റെ സ്ക്വയർ എന്തായിരിക്കും? ഇവിടെ നോക്ക്, ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്? f(a). ഇത് a ആണെങ്കിൽ അതിൽ ഫംഗ്ഷന്റെ വാല്യൂ എന്ന് പറയുന്നതാണ് f(a). അത് ആരാണ്? ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ 1.2 ദ ഹോൾ സ്ക്വയർ കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? 1.2 ദ ഹോൾ സ്ക്വയർ കണ്ടെത്തുന്നതിന് വേണ്ടി സ്ലൈഡറിൽ നമ്മുടെ ഫംഗ്ഷൻ x² ആണ്, ഫംഗ്ഷൻ x². സ്ലൈഡറിൽ എന്ത് കൊടുക്കുക? 1.2 കൊടുക്കുക. ദെൻ എന്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ഈസ് ദ ആൻസർ. 1.2ന്റെ സ്ക്വയർ എത്രയാണ്? 1.44.
കാരണം ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് a, f(a) വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ നൽകുന്നത് y കോർഡിനേറ്റ് ആണ്. സോ ഇവിടെ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് നമുക്ക് സ്ക്വയർ വാല്യൂ കിട്ടി. ഇനി 3.2ന്റെ സ്ക്വയർ ആണെങ്കിലോ ഇവിടെ 3.2 സ്ലൈഡറിൽ അടിച്ചു കൊടുക്കുക. ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആണ് ആൻസർ. ഇനി √5 ആണ് കാണേണ്ടതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫംഗ്ഷൻ ചേഞ്ച് ചെയ്യണം. ഫംഗ്ഷൻ എന്താക്കണം? √x ആക്കണം. √5 ആണെങ്കിൽ സ്ലൈഡർ വാല്യൂ എന്താക്കുക? 5. എൻ്റർ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആയിരിക്കും ആൻസർ. ഈ ഒരു ആശയം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് അപ്ലെറ്റ് എന്താണ്? ഫൈൻഡ് വാല്യൂ ഓഫ് 1.2 ദ ഹോൾ സ്ക്വയർ. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആൻസർ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. ഒരുപാട് സ്റ്റെപ്പ് ഒന്നും വേണ്ട. പുട്ട് a = 1.2 ഇൻ ദ ഇൻപുട്ട് ബോക്സ്, അല്ലെ? സ്ലൈഡറിന്റെ ഇൻപുട്ട് ബോക്സിൽ. ദെൻ 1.2 ദ ഹോൾ സ്ക്വയർ = 1.44 ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ്. അല്ലെങ്കിൽ ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റും സെയിം ആൻസർ തന്നെയാണ്. രണ്ട് രീതിയിലും നമുക്ക് ആൻസർ മനസ്സിലാക്കാം. എന്താണോ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ചത് അതനുസരിച്ച് ചെയ്യുക. ക്യാപിറ്റൽ സിയുടെ y കോർഡിനേറ്റും എന്ത് തന്നെയാണ്? f(a) തന്നെയാണ്. സെയിം ആൻസർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ അല്ലെ? ആദ്യത്തിന് 3 മാർക്ക്, അടുത്ത 2, 5 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. യൂസിങ് എബോവ് അപ്ലെറ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് √4.2. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു √4.2 റൂട്ട് ഓഫ് എ നമ്പർ. അപ്പൊ ഫംഗ്ഷൻ എന്ത് കൊടുക്കണം? √x. ഫംഗ്ഷൻ എന്താണ്? √x. √x എന്ന് പറഞ്ഞാൽ കമാൻഡ് sqrtx. എൻ്റർ കൊടുക്കുമ്പോൾ ഗ്രാഫ് മാറണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് തെറ്റെന്ന് ഉറപ്പിക്കാം. നമുക്ക് കാണേണ്ടത് √4.2 √x ഫംഗ്ഷൻ കൊടുത്തു. സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 4.2. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് ആണ് ആൻസർ. എന്താണ്? ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ എന്താണ്? അവിടെ ഒരു പ്രശ്നമുണ്ട്. ക്യാപിറ്റൽ 4.2ന്റെ റൂട്ട് കറക്റ്റ് തന്നെയാണ്. 4. ഒരു പ്രശ്നമില്ല. 4.2ന്റെ റൂട്ട് എന്ന് പറയുന്നത് 2.05. എന്താണ്? 2.05 ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് വിച്ച് ഈസ് ദ ആൻസർ. ഓക്കെ, സോ അത് എഴുതി കഴിയുമ്പോൾ 2 മാർക്കായി. ഇനി ഈ ക്വസ്റ്റ്യനിൽ വേണമെങ്കിൽ ചോദിക്കാം, പുട്ട് അല്ലെ? ഫംഗ്ഷൻ √x ആണ്. പുട്ട് x = -2. സ്ലൈഡർ വാല്യൂ -2 കൊടുക്കുക. സ്ലൈഡർ വാല്യൂ -2 കൊടുക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ പോയിന്റ്സ് ബി എന്ന് ചോദിക്കും. വാട്ട് ഹാപ്പൻസ് ടു ദ പോയിന്റ് ബി ആൻഡ് സി കൊടുത്തു. അപ്പൊ എന്ത് സംഭവിച്ചു? ബിയും സിയും അൺഡിഫൈൻഡ് എന്ന് വന്നു. എന്തുകൊണ്ട്? നമുക്കറിയാം √(-2) എന്ന് പറയുന്നത് റിയൽ നമ്പർ അല്ല, അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് വന്നത്. √-2 ഒരു കോംപ്ലക്സ് നമ്പർ അല്ലേ, അതുകൊണ്ടാണ് അൺഡിഫൈൻഡ് എന്ന് വന്നത്. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, നെക്സ്റ്റ് യൂസിങ് എബോവ് അപ്ലെറ്റ് ഫൈൻഡ് വാല്യൂ ഓഫ് sin 2.1. sin 2.1 കാണണമെങ്കിൽ ഫംഗ്ഷൻ എങ്ങനെ എഡിറ്റ് ചെയ്യണം? ഫംഗ്ഷൻ എന്താണ്? sin x എന്ന് എഡിറ്റ് ചെയ്യണം. sin x എന്ന് എഡിറ്റ് ചെയ്യണം. sin x, sin x. എൻ്റർ. ഗ്രാഫ് മാറി. sin 2.1 എന്താണ് കാണേണ്ടത്? sin 2.1. sin 2.1 ആണോ? അതെ, sin 2.1ന്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കുക? 2.1 എന്ന് കൊടുക്കുക. 2.1. ദെൻ എൻ്റർ കൊടുക്കുമ്പോൾ sin 2.1ന്റെ ആൻസർ എന്ത് കിട്ടും? 0.86 ക്യാപിറ്റൽ ബിയുടെ y കോർഡിനേറ്റ് വിച്ച് ഈസ് ദ ആൻസർ. ഇത് മെത്തേഡ് കൂടെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്താണ് മെത്തേഡ്? എഡിറ്റ് ദ ഫംഗ്ഷൻ ആസ് sin x in the input box for f and put a = 2.1 in the input box for a. Then y coordinate of the point capital B is sin 2.1. Therefore sin 2.1 = 0.86. നമ്മൾ പ്രൊസീഡ് ചെയ്ത സ്റ്റെപ്പ് അതുപോലെ വേർഡ്സിൽ എഴുതുക. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ 3 മാർക്ക് കിട്ടത്തുള്ളൂ. കാരണം 3 മാർക്കാണ്, അതുകൊണ്ട് സ്റ്റെപ്പ് നിർബന്ധമായിട്ടും എഴുതുക. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഇവിടെ ഞാൻ x² ആണ് തുടക്കത്തിൽ പറഞ്ഞത്. ചിലപ്പോൾ അത് √x ആകാം, x³ ആകാം, x⁻⁴ ആകാം, mod(x) ആകാം, sin x ആകാം. ഏത് ഫംഗ്ഷൻ വന്നാലും ഇത്തരത്തിൽ ഒരു അപ്ലെറ്റ് കൺസ്ട്രക്ട് ചെയ്യുക. റിമൈനിങ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി ഫൈൻഡ് വാല്യൂ ഓഫ് 2⁻1.2 എങ്ങനെ കാണും? ഫൈൻഡ് വാല്യൂ ഓഫ് 2⁻1.2. സപ്പോസ് അതുകൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫൈൻഡ് വാല്യൂ ഓഫ് 2⁻1.2. അപ്പോൾ ഫംഗ്ഷൻ എന്തടിച്ചു കൊടുക്കണം? 2⁻x. എന്താണ്? 2⁻x. 2⁻x ഷിഫ്റ്റ് ക്യാപ്പ് x 2⁻x. എൻ്റർ കൊടുക്കുമ്പോൾ ഗ്രാഫ് മാറി. ഞാൻ പറഞ്ഞത് എന്താണ്? 2⁻1.2 എന്നിരുന്നോട്ടെ. 2⁻1.2. അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 1.2. ഫംഗ്ഷൻ 2⁻x, സ്ലൈഡർ വാല്യൂ 1.2. എൻ്റർ ചെയ്യുമ്പോൾ ആൻസർ കിട്ടും 2⁻1.2. ആൻസർ എന്താണ്? 2.3. ഇത്തരത്തിൽ ഏത് ഫംഗ്ഷൻ വന്നാലും നമുക്ക് ഏത് ഫംഗ്ഷന്റെ വാല്യൂ വേണോ നമുക്ക് ഈ അപ്ലെറ്റ് യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കും.
ഫൈൻഡ് വാല്യൂ ഓഫ് 1/7. ഫൈൻഡ് വാല്യൂ ഓഫ് 1/7 എങ്കിൽ ഫംഗ്ഷൻ എന്ത് കൊടുക്കണം? 1/x 1/7 എന്ന് കൊടുത്തുകളരുത്, അവിടെ ഫംഗ്ഷൻ ആണ് കൊടുക്കേണ്ടത്. അടുത്ത് 1/7 എന്ന് പറയുന്നതിന്റെ വാല്യൂ കാണണമെങ്കിൽ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുക്കണം? 7 കൊടുക്കണം. പക്ഷെ നമ്മുടെ ഇവിടെ മാക്സിമം വാല്യൂ +5 ആണ് കൊടുത്തതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ക്വസ്റ്റ്യൻ 1/7 വരും 1/2 എന്നാക്കാം. അപ്പൊ ഇത് 1/x, അപ്പൊ സ്ലൈഡർ വാല്യൂ എന്ത് കൊടുത്താൽ മതി? 2 കൊടുത്താൽ മതി. എന്റെ കൊടുക്കുമ്പോൾ 1/2 1/2.5 എന്ന് അറിയത്തില്ലേ? കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഈസി ആയിട്ട് നമുക്ക് ലാബ് 1-ലെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും. 10 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആൻസർ 8 മാർക്സ് അല്ലെ, 8 മാർക്കിന് ആൻസർ ചെയ്താൽ മതി. 10 മാർക്കിന് ആൻസർ ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല. ഇഷ്ടംപോലെ സമയമുണ്ട്, 3 hours ഉണ്ട്. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ വരാൻ പോകുന്ന പബ്ലിക് എക്സാമിനേഷന് ലാബ് 1-ൽ നിന്ന് 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ ബൈ ബൈ.